ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുർത്തി, നൈറ്റി, ചുരിദാർ അതുപോലെ തന്നെ ബ്ലൗസൊക്കെ നമുക്ക് ഒരുപാട് ടൈറ്റായി തയ്ച്ചപ്പോൾ തന്നെ എനിക്ക് ചെറിയൊരു ടൈറ്റ് വന്നു. അപ്പോൾ ഞാൻ ഓർത്തു ഇനിയും നനച്ച് കഴിഞ്ഞാൽ വീണ്ടും ടൈറ്റ് ആവും. അപ്പോൾ അതുകൊണ്ട് അതെങ്ങനെ നമുക്ക് ലൂസാക്കി എടുക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ അത് ഓൾറെഡി എനിക്ക് ഇത്തിരി ഒരു ടൈറ്റായി. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, അതിൻ്റെ ആ ഒരു സ്റ്റിച്ച് അങ്ങോട്ട് അയച്ചു. നമ്മളുടെ ഒരു ചെസ്റ്റിന് ഇത്തിരി താഴെ, ചെസ്റ്റിൽ നിന്നും താഴത്തേക്ക് 2 ഇഞ്ച് സ്ലീവ് തൊട്ടിട്ട് ചെസ്റ്റിൽ നിന്നും താഴത്തേക്ക് 2 ഇഞ്ച് വരെ ഞാൻ അയച്ചെടുത്തു. എനിക്ക് ആക്ച്വലി സ്ലീവിൻ്റെ ഭാഗത്ത്, നമ്മുടെ കൈക്കുഴിയുടെ ഭാഗത്താണ് ടൈറ്റ് വന്നത്. അപ്പോൾ അത് എങ്ങനെ ലൂസാക്കാമെന്നുള്ളത് നമുക്ക് നോക്കാം. 2 സ്ലീവിലും ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ സ്ലീവ് ഓൾറെഡി നമ്മൾ ഒക്കെ മടക്കി അടിച്ചതാണല്ലോ. അപ്പോൾ 2 പീസ്, ഒരു സ്ലീവിന് തന്നെ 2 പീസ് തുണി വേണം. അപ്പോൾ 2 സ്ലീവിന് 4 പീസ് തുണി വേണം കേട്ടോ. ഒരു 3 ഇഞ്ച് വീതിയുള്ള തുണിയാണ്. അപ്പോൾ സ്ലീവ് അടിമടക്കണ പോലെ തന്നെ ഇതും അടിമടക്കി എടുത്തിട്ടുണ്ട്. ഓക്കെ, സ്ലീവിൻ്റെ ആ ലെങ്ത്ത്, സ്ലീവ് തുടങ്ങുന്ന ഭാഗം തൊട്ടിട്ട് ചെസ്റ്റിൻ്റെ താഴെ 2 ഇഞ്ച് താഴെ വരെയുള്ള ലെങ്ത്താണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ അടിമടക്കി അടിച്ച ഭാഗവും സ്ലീവിൻ്റെ റൗണ്ടിൻ്റെ ഭാഗം ഒരുമിച്ച് വെക്കുക. എന്നിട്ട് നമ്മൾ 1/4 ഇഞ്ച് അല്ലെങ്കിൽ 1/2 ഇഞ്ച് തയ്യൽ തുമ്പിലൊന്ന് അടിച്ചു കൊടുക്കുക. ഫുൾ താഴെ വരെ, നമ്മൾ എത്ര ലെങ്ത്തിലാണ് എടുത്തിരിക്കുന്നത് അതുവരെ കണ്ടോ. ഇങ്ങനെ നല്ല വശത്ത് വെച്ചിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ ഞാനൊരു വേറെ രീതിയിലൊരു സ്ലീവ് കട്ടിങ് ചെയ്താണ്. പക്ഷേ എൻ്റെ കൈക്ക് ഇത്തിരി വണ്ണം കൂടുതലായതുകൊണ്ട് കയറുന്നുണ്ട്. ഞങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. പക്ഷേ അത് ഒന്ന് നനച്ച് കഴിഞ്ഞാൽ ടൈറ്റായി പോകും. അപ്പോൾ ഞാൻ ഓർത്തു എന്നാൽ ഇത്തിരി ഒന്ന് ലൂസാക്കി എടുക്കാമെന്ന് ഓർത്തു. കാരണം എങ്ങനെ പോലും നനച്ച് കഴിഞ്ഞാൽ ഒരു ഇഞ്ചോളം പോകുന്നുണ്ട് ഇപ്പോൾ, കോട്ടൺ മെറ്റീരിയൽ ആയതുകൊണ്ട്. അപ്പോൾ പിന്നെ അത് യൂസ് ഇല്ലാതായി പോകരുത്. അതുകൊണ്ട് ആദ്യം തന്നെ ചെയ്ത് വെച്ച പണി കഴിഞ്ഞല്ലോ. അപ്പോൾ അത് നല്ല വശം ചേർത്ത് വെക്കുക. സ്ലീവ് 2 സ്ലീവും നമ്മൾ അഴിക്കണം കേട്ടോ. 2 സ്ലീവിൻ്റെയും ആ തയ്യൽ തുമ്പ് അഴിക്കുക. ഓക്കെ, സ്ലീവ് ജോയിനിങ് അല്ല, നമ്മുടെ കൈയിൻ്റെ അടിയിലുള്ള തയ്യൽ തുമ്പ് ചെസ്റ്റിൻ്റെ അവിടം വരെ, ചെസ്റ്റിൽ നിന്നും താഴത്തേക്ക് വരെ അഴിച്ചെടുക്കുക. അതെ, ഇതുപോലെ അടിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ വീഡിയോ ഷെയർ ചെയ്യുക. 100% യൂസ്ഫുള്ളാണ്. ഇത് ബ്ലൗസ്, കുർത്തി, പട്ട് എല്ലാത്തിനും ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. പ്രത്യേകിച്ച് കല്യാണ ബ്ലൗസൊക്കെ ടൈറ്റായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസിയായിട്ട് ചെയ്തെടുക്കാം. സെയിം ക്ലോത്ത് കിട്ടി ലാഭണോടെ കട്ട് ചെയ്യാൻ കൊടുക്കുമ്പോൾ തന്നെ ബാക്കി തുണി ഉണ്ടെങ്കിൽ വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെടുത്ത് നമുക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നീട് നമുക്കിതുപോലെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് രണ്ടാമത്തെ സൈഡ് ഞാൻ അടിച്ചു കൊടുക്കേണ്ട. ഒരു സൈഡ് അടിച്ചു കൊടുത്തും അതേപോലെ തന്നെ ആ സ്ലീവിൻ്റെ അപ്പുറത്തെ സൈഡും കൂടി ഒന്ന് നല്ല വശം ചേർത്ത് വെച്ചിരുന്ന് അടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ അതേ 1/4 ഇഞ്ച് തയ്യൽ തുമ്പിട്ട് ഞാൻ ഇതുപോലെ ഇങ്ങനെ അടിച്ച് വരികയാണ്. ഓക്കെ, അടുപ്പിച്ച് വെച്ച് 1/4 ഇഞ്ച് തയ്യൽ തുമ്പിട്ട് അടിക്കുക. വേണമെന്നുണ്ടെങ്കിൽ അതിന് ശേഷം ഒന്ന് പതിച്ചടിക്കും കൂടി ചെയ്യാം. അതിപ്പോൾ ഞാൻ ചെയ്യുന്നില്ല. ഇപ്പോൾ അതേ നേരെ ഞാനിപ്പോൾ കൈക്കുഴിയുടെ അവിടെ എത്തിയിട്ടുണ്ട് കണ്ടോ. കൈക്കുഴിയുടെ അവിടെ എത്തി. പക്ഷേ അവിടെ നിന്ന് വീണ്ടും ഞാൻ താഴത്തേക്ക് ചെയ്ത് വരികയാണ്. ഇതുപോലെ മറ്റേ സ്ലീവിലും ചെയ്തെടുക്കാം. 2 സ്ലീവ്, അതായത് സ്ലീവിൻ്റെ 2 സൈഡിലും നമ്മൾ അടിയിൽ തുണി വയ്ക്കുക. തയ്യൽ തുമ്പ് ഒട്ടും ഇല്ലാത്തൊരവസ്ഥ വരുമ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യം തന്നെയാണ്. അപ്പോഴാണ് ഈ ഒരു അവസ്ഥ നമ്മൾ ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ അതേ നോക്കിക്കേ കണ്ടോ. ഇപ്പം നമുക്ക് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് ഇത്രയും ലെങ്ത്ത് വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ നമുക്കതേ സ്ലീവ് ഒന്ന് നടുവൊന്ന് കണ്ടോ, മടക്കിയിട്ട് നമുക്കൊന്ന് അടിച്ചു കൊടുക്കാം. അപ്പം നമ്മളത് നോക്കിക്കേ എങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞാൽ അതേ ഇതുപോലെ വെച്ചിട്ട് ഒരുമിച്ച് വെക്കുക. എന്നിട്ട് എത്ര ലൂസ് വേണോ അതിനനുസരിച്ച് കൊടുത്തിട്ട് അടിച്ചെടുക്കാം. ബാക്കി എക്സ്ട്രാ 1 ഇഞ്ച് തയ്യൽ തുമ്പ് നിർത്തിയിട്ട് ബാക്കിയുള്ളത് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ ഇനിയിപ്പം നനച്ച് കഴിഞ്ഞാലും കുഴപ്പമില്ല. ഏതിനാണെങ്കിലും ചെയ്തെടുക്കുക. ഈ ഒരു മെത്തേഡ് യൂസ്ഫുൾ ആട്ടോ. അപ്പം ഞാനത് യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. ഇത് കണ്ടോ, തയ്യൽ തുമ്പും കൂടി കഴിഞ്ഞിട്ടാണ് ഞാനിത് ചെയ്തിരിക്കുന്നത്. തയ്യൽ തുമ്പ് ആക്ച്വലി ആദ്യം എടുത്ത തയ്യൽ തുമ്പ് അവിടെ കാണുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗത്തിൻ്റെ മേലെ തന്നെയാണ് ഞാൻ കറക്റ്റായിട്ട് തയ്ച്ചെടുക്കുന്നത്. അപ്പോൾ സ്ലീവിൻ്റെ കൈ റൗണ്ടിൽ കൂടെ വന്നു. അതിനുശേഷം നമ്മൾ നേരെ താഴത്തേക്ക് വരിക, ചെസ്റ്റിലേക്ക് വരിക. എന്നിട്ട് ചെസ്റ്റിൻ്റെ താഴെ വരെ 2 ഇഞ്ച് ഉണ്ട്. അതോടെ നിന്നും നമ്മൾ വേസ്റ്റിലേക്ക് മെല്ലെ ചരിച്ചിട്ട് തയ്ച്ചു കൊണ്ടുവരിക. എന്നിട്ട് സൈഡിൽ എക്സ്ട്രാ ഉള്ളത് 1 ഇഞ്ച് നിർത്തിയിട്ട് ബാക്കി കട്ട് ചെയ്യാം. കണ്ടോ, ഇങ്ങനെ ചെയ്തെടുക്കാം. നമ്മളതുപോലെ തന്നെ വെച്ചിട്ടുണ്ട്. കത്രിക എടുക്കുന്നു. എക്സ്ട്രാ താഴെയുള്ളത് കട്ട് ചെയ്ത് കളഞ്ഞു. സൈഡിലുള്ളത് നോക്കിക്കോളും ഞാൻ കട്ട് ചെയ്യുന്നത്. കൈൻ്റെ അടിയിലേക്ക് പോകുന്നതുകൊണ്ട് അതിൻ്റെ തയ്യലൊന്നും കാണില്ല. അപ്പോൾ ആയിട്ടുണ്ട് കണ്ടോ. ഇത്രയും നമുക്ക് എക്സ്ട്രാ കിട്ടിയിട്ടുണ്ട്. ഇനി നല്ല വശം നമുക്ക് തിരിച്ചെടുക്കാം കേട്ടോ. നല്ല വശം തിരിച്ചെടുക്കുമ്പോൾ അതേ നോക്കിക്കേ ഇങ്ങനെ ആ സൈഡിൽ കൈക്കുഴിയുടെ അവിടെ ഇങ്ങനെ നിൽക്കും. കുഴപ്പമൊന്നുമില്ല, നല്ല രീതിയിൽ നമുക്കത് നിൽക്കും. അപ്പോൾ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്കിത് നല്ല വശം തിരിച്ചിട്ടിട്ട് ഞാൻ എങ്ങനെ ഉണ്ടാവും എന്നൊന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പം നമുക്കത് നല്ല വശം തിരിച്ചിടാം.
അതിൻ്റെ ഉൾവശം കണ്ടോ ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക ഉൾവശത്തെ സൈഡിൽ. അപ്പോൾ നേരെ നമ്മൾ നല്ല വശം തിരിച്ചിടുമ്പോൾ എന്തെങ്കിലും അറിയുന്നുണ്ടോ നോക്കിക്കേ, ഒന്നും അറിയുന്നില്ല. പക്ഷേ അവിടെ ചെറിയൊരു തയ്യൽ ഉണ്ട്, കാണാൻ പറ്റും നമുക്ക് കൈയിൻ്റെ അടിയിലായിട്ട്. അതൊരിക്കലും തന്നെ പുറത്ത് കാണില്ല. ഇപ്പോൾ നമ്മൾ ആരി വർക്കൊക്കെ ചെയ്യുമ്പോൾ കൈയിൻ്റെ അടിയിലൊന്നും നമ്മൾ സ്റ്റിച്ച് വർക്ക് ചെയ്യാറില്ല അല്ലേ, അതുപോലെ തന്നെയാണ് സംഭവം. അപ്പോൾ ഇത് നോക്കിക്കേ, ഇത് അടിപൊളിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ലൂസാക്കി എടുക്കാം കേട്ടോ, ടൈറ്റാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പോൾ ഇനി എന്തെങ്കിലും കണ്ടോ, അതേ നോക്കിക്കേ, അടിയിൽ ഇങ്ങനെ ഒരു ഭാഗം വരും എക്സ്ട്രാ വരുന്നത്. അപ്പോൾ അത് കുഴപ്പമൊന്നുമില്ല, സെയിം തുണി ആയതുകൊണ്ട് കാണത്തില്ല. അപ്പോൾ നമുക്ക് ലൂസാക്കി എടുക്കണമെങ്കിൽ ഇതുപോലെ ചെയ്ത് നോക്കാം. വീഡിയോ ഷെയർ ചെയ്യാം കേട്ടോ.